നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയെ പറ്റിയാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് ചർച്ച ചെയ്യുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസറും HOD-യുമായ ഡോക്ടർ N. വിജയമ്മയാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, അതീവ ഗുരുതരമായ ഒരു രോഗമാണ് ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ? കണ്ണിൻ്റെ മർദ്ദം കൂടുന്നതിനനുസരിച്ച് നേത്രനാഡിക്ക് കേട് സംഭവിക്കുകയും അതുമൂലം കണ്ണിൻ്റെ കാഴ്ചമണ്ഡലം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ കൊണ്ട് നമുക്ക് ഗ്ലോക്കോമയും തിമിരവും രണ്ടും നമുക്ക് അന്ധതയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള രോഗമാണ്. ഗ്ലോക്കോമ രണ്ട് തരത്തിലുണ്ട്, ഓപ്പൺ ആംഗിളും ക്ലോസ്ഡ് ആംഗിളും. ഓപ്പൺ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ മുന്നറയിലുള്ള ഒരു ആംഗിൾ, അതിൽ കൂടിയാണ് ഉള്ളിലുള്ള അക്വസ് ഹ്യൂമർ എന്ന ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്ന എന്ന ദ്രാവകം ആ ആംഗിളിൽ കൂടി പാസ് ചെയ്ത് കണ്ണിൻ്റെ ഉള്ളിൽ ഒരു അരിപ്പ പോലെ ഒരു ആംഗിളിലൊരു ഭാഗമുണ്ട്, അതിൽ കൂടി ഒഴുകി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ മർദ്ദം കണ്ണിൻ്റെ മർദ്ദം ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഉൽപ്പാദനവും അക്വസ് ഹ്യൂമറിൻ്റെ ഉൽപ്പാദനവും ഈ ദ്രാവകത്തിൻ്റെ ഒഴുകിപ്പോക്കുമാണ്. തമ്മിലുള്ള ബാലൻസ് കാരണമാണ് കണ്ണിൻ്റെ മർദ്ദം നോർമലായി നിലനിർത്തുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ കണ്ണിൻ്റെ അക്വസ് ഹ്യൂമർ ദ്രാവകം ഉൽപ്പാദനം കൂടുക, അല്ലെങ്കിൽ ഈ ഒഴുകിപ്പോകുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുക. അപ്പോഴാണ് നമ്മളുടെ കണ്ണിൻ്റെ മർദ്ദം കൂടുകയും ഗ്ലോക്കോമ എന്ന അസുഖം ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ അരിപ്പ പോലെയുള്ള ഭാഗത്തിന് നമ്മൾ ട്രബിക്കുലാർ മെഷ് വർക്ക് എന്ന് പറയുന്നു. ഇനി ആരിലൊക്കെ ഈ ഗ്ലോക്കോമ ഉണ്ടാകാം? 40 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാരിൽ കൂടുതലായി ഗ്ലോക്കോമ കണ്ടുവരുന്നു. രണ്ടാമതായിട്ട് ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നീ രോഗങ്ങളുള്ള ആൾക്കാരിലും കൂടുതലായി കണ്ടുവരുന്നു. പിന്നീട് ഉള്ളത് കൂടുതലായിട്ട് രക്തസമ്മർദ്ദത്തിന് മരുന്നെടുക്കുന്ന ആൾക്കാരിൽ ഈ കണ്ണിൻ്റെ നാഡിയിലേക്കുള്ള നേത്രനാഡിയിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ഉള്ള രക്ത ഓട്ടം കുറഞ്ഞിട്ട് നേത്രനാഡിക്ക് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ രോഗികളെയും നമ്മൾ സ്ക്രീൻ ചെയ്ത് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കണം. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒന്ന് കണ്ണിൻ്റെ മർദ്ദം നോക്കുക, രണ്ടാമതായിട്ട് കണ്ണിൻ്റെ നേത്രനാഡി നോക്കുക, പരിശോധിക്കുക. ഇത് രണ്ടും സിമ്പിളായിട്ടുള്ള 2 ടെസ്റ്റുകളാണ്. ഈ 2 ടെസ്റ്റ് വഴി നമുക്ക് മനസ്സിലാക്കാം ഈ രോഗിക്ക് ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഗ്ലോക്കോമ ഉണ്ടോ. ഈ ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള ആൾക്കാരെ നമ്മൾ ഗ്ലോക്കോമ സസ്പെക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഗ്ലോക്കോമ സസ്പെക്റ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗികൾക്ക് വേറെ പരിശോധനകൾ നടത്തി ഒന്നുകിൽ ഗ്ലോക്കോമ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുക, അല്ലെങ്കിൽ ഗ്ലോക്കോമ ഇല്ല എന്ന് സ്ഥിരീകരിക്കുക. ഈ ഗ്ലോക്കോമ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കി 100% ഗ്ലോക്കോമയുണ്ട് എന്ന് ചികിത്സിക്കുക. ഗ്ലോക്കോമ സസ്പെക്റ്റ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ കൂട്ടം ആൾക്കാരിൽ ഗ്ലോക്കോമ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രോഗികൾക്കും വിശദമായ പരിശോധനകൾ നടത്തി ഗ്ലോക്കോമ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക, ഉണ്ടെങ്കിൽ ചികിത്സ നടത്തുക. ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ രോഗികളെ വേറെ ടെസ്റ്റുകളും കൂടെ ചെയ്തിട്ട് ക്രമമായി തുടർച്ചയായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. 6 മാസത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ നമ്മളവരെ
ക്രമമായി തുടർ പരിശോധനകൾ നടത്തി ഗ്ലോക്കോമ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കണം. പിന്നെ കണ്ണിന് നേരത്തെ ഒരു പരിക്ക് പറ്റി എന്ന് വിചാരിക്കുക. ഈ രോഗികളിലും ഗ്ലോക്കോമ വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഈ രോഗികളെയും നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. ഡോക്ടർ, ഞാൻ നേരത്തെ ഒരു കണ്ണിന് ചില അസുഖങ്ങൾ കണ്ണിന് ബാധിച്ചു കഴിഞ്ഞാൽ അവരിലും ഡോക്ടർ, ഇതുപോലെ കണ്ണിന്റെ മർദ്ദം കൂടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കണ്ണിൽ മർദ്ദം ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഒന്നുകിൽ ഈ അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞ ദ്രാവകത്തിൻ്റെ ഉൽപ്പാദനം കൂടുക, അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞ ദ്രാവകം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടാകുക. അപ്പോൾ ഈ ഒഴുകിപ്പോകുന്നത് കണ്ണിൻ്റെ ആംഗിളിൽ കൂടെ ആണ്. പിന്നെ അത് കൂടാതെ ഈ ആംഗിളിൽ ട്രബിക്കുലാർ മെഷ്വർക്ക് എന്ന് പറഞ്ഞ ഒരു അരിപ്പ പോലെയുള്ള ഭാഗമുണ്ട്, അതിൽ കൂടിയാണ് ഒഴുകി പോകുന്നത്. പ്രധാനമായും കാരണം ഈ തടസ്സപ്പെടുത്തുന്നതാണ്. അക്വസ് ഹ്യൂമർ എന്ന ദ്രാവകത്തിൻ്റെ ഒഴുകിപ്പോക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ്. അതിൽ ഒന്നുകിൽ ആംഗിള് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ അടഞ്ഞു പോകുക, അല്ലെങ്കിൽ ഈ അരിപ്പ പോലെയുള്ള ട്രബിക്കുലാർ മെഷ്വർക്ക് എന്ന് പറഞ്ഞ ഭാഗത്തിന് അതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ക്രമാതീതമായി, അല്ലെങ്കിൽ അതിന് പരിക്ക് പറ്റുക. ഈ രണ്ട് കാരണങ്ങളാണ് കണ്ണിൻ്റെ മർദ്ദം കൂടാനുള്ള കാരണങ്ങൾ. ഇനി മർദ്ദം കൂടിക്കഴിഞ്ഞാൽ നേത്രനാഡിയെ അത് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. അതെങ്ങനെ ഉണ്ടാക്കും? ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് റഫീഖാണ്. റഫീഖ്, ഡോക്ടറോട് ചോദിച്ചോളൂ. മേഡം, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് എന്റെ കണ്ണിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കറുപ്പ് പുള്ളി ഇങ്ങനെ നീങ്ങണ പോലെ ഇടയ്ക്ക് ഇടത്ത് ഭാഗത്തുള്ള കണ്ണിന്റെ സൈഡിൽ കൂടെ. ഈ ഷുഗറുള്ള ആളാണ്. ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ ഡയബറ്റിസ് റെറ്റിനോപ്പതി എന്ന് പറയും, കണ്ണിൻ്റെ ഞരമ്പിനെ ഈ ഷുഗർ ബാധിക്കാം. അപ്പോൾ അവരിൽ ഈ റെറ്റിനോപ്പതി ഉള്ള ആൾക്കാരിൽ ബ്ലീഡിങ് ഉണ്ടാകാം കണ്ണിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഈ കറുത്ത പാടുകൾ വരാം. അല്ലെങ്കിൽ 40-45 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ PVD എന്ന് പറയും, നമ്മുടെ പുറകിലുള്ള വിട്രിയസ് ഹ്യൂമർ, ഈ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് പോലെ തന്നെ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട് കണ്ണിൻ്റെ പുറത്തുള്ള ബാക്കിലുള്ള അറയിൽ. അത് ചെറിയ ഭാഗം ഈ നേത്രനാഡിയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് വിട്ടുപോയാലും ഈ കണ്ണിൻ്റെ മുന്നിൽ കറുത്ത പാടുകൾ കാണാം. അപ്പോൾ അതൊരു നേത്രരോഗ വിദഗ്ധനെ കണ്ടാലേ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അത് റെറ്റിനോപ്പതി കൊണ്ടുള്ള രക്തം ഇറങ്ങിയതാണെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ ആവശ്യമാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ രോഗാവസ്ഥ പെട്ടെന്നുണ്ടാകുന്നതാണോ അതോ കാലക്രമേണ സംഭവിക്കുന്നതാണോ? അതുപോലെ രണ്ടു കണ്ണുകളെയും ഈ രോഗാവസ്ഥ ഒരുമിച്ച് ബാധിക്കുമോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 തരത്തിലുള്ള ഗ്ലോക്കോമയുണ്ടെന്ന്. ആംഗിൾ ക്ലോസ്ഡ് ആയതും ആംഗിൾ ഓപ്പൺ ആയതും. അപ്പോൾ ഈ ഓപ്പൺ ആയ ആംഗിൾ ഉള്ള ഗ്ലോക്കോമകളിൽ പതുക്കെയാണ് രോഗം ബാധിക്കുന്നത്. അവരിൽ നമുക്ക് ഈ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണുകയില്ല. കാരണം നമ്മളുടെ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള കാഴ്ചശക്തിയെയാണ് അത് നഷ്ടപ്പെടുത്തുന്നത്. നമ്മളത് അറിഞ്ഞു വരുമ്പോഴത്തേനും നേരെയുള്ള കാഴ്ച അല്ലെങ്കിൽ സെൻട്രൽ വിഷനും അഫക്റ്റ് ചെയ്യുമ്പോഴേ നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഓപ്പൺ ആംഗിളായിട്ടുള്ള ഗ്ലോക്കോമയുള്ള ഒരു രോഗി മിക്കവാറും അത് സെൻട്രൽ വിഷനെ ബാധിക്കുമ്പോഴാണ് രോഗ ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വരുന്നത്. അതേസമയം ഒരു ആംഗിള് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ക്ലോസ്ഡ് ആണെങ്കിൽ അവരിൽ ഈ രോഗലക്ഷണങ്ങൾ കാണാം. പെട്ടെന്ന് വേദന വരിക, ചുമപ്പ് വരിക, പെട്ടെന്നൊരു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് കുറയുക, ഛർദി ഉണ്ടാകുക, അങ്ങനെയൊക്കെ ആ ടൈപ്പ് ഓഫ് ഗ്ലോക്കോമയിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പ്രാരംഭ ദശയിൽ ഗ്ലോക്കോമയുള്ള രോഗികൾക്ക് യാതൊരുവിധ രോഗലക്ഷണങ്ങളും കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലോക്കോമയെ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്ന് പറയുന്നത്. ആംഗിൾ ക്ലോസ്ഡ് ആയവരിൽ കൂടുതൽ സമയം ഇരുന്ന് വായിക്കുക,
അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ വായിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തലവേദന, വെള്ളം വരിക, ചെറുതായിട്ട് കാഴ്ച മങ്ങുക, പ്രകാശത്തിൽ നോക്കുമ്പോൾ ചുറ്റിനും നിറമുള്ള വലയങ്ങൾ ഉണ്ടാകുക, അതൊക്കെയായിരിക്കാം മിക്കവാറും രോഗലക്ഷണങ്ങൾ. പിന്നെ എല്ലാ ഗ്ലോക്കോമകളും 2 തരത്തിലുണ്ട്. പ്രൈമറി എന്നും പറയും, സെക്കൻഡറി എന്നും പറയും. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ ഗ്ലോക്കോമ മാത്രം അസുഖം. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വേറെ എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഗ്ലോക്കോമ വരുന്നു. അപ്പോൾ ഈ പ്രൈമറി ഗ്ലോക്കോമകളിൽ 2 കണ്ണും സാധാരണ അഫക്റ്റഡ് ആയിരിക്കും, ബാധിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഈ നേത്രനാടിക്കുള്ള കേടുപാടുകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ ഗ്ലോക്കോമകളും 2 കണ്ണിനെയും ബാധിക്കത്തില്ല. പ്രൈമറി ഗ്ലോക്കോമകളാണ് 2 കണ്ണിനെയും അധികം ബാധിക്കുന്നത്. സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ കണ്ണിൽ കാണും. അപ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങളും കാണും. മിക്കവാറും ഒരു കണ്ണിനെ ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത് സാധാരണ. ഡോക്ടർ, ഈ ഗ്ലോക്കോമ എത്രത്തോളം അപകടകരമാണ്? നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ കാഴ്ചശക്തിയെ ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഗ്ലോക്കോമ ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഒരു കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നാണ് പറയാറ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ കാഴ്ച മണ്ഡലം, അതായത് ഫീൽഡ്, നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഒരു രോഗി എനിക്ക് ഗ്ലോക്കോമ ഉണ്ട് എന്ന് മിക്കവാറും തിരിച്ചറിയുന്നത് ഈ സെൻട്രൽ വിഷൻ അല്ലെങ്കിൽ നേരെയുള്ള കാഴ്ചയെ ബാധിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണം. അതിനാണ് നമ്മൾ ലോകത്ത് തന്നെ എല്ലാ ഗ്ലോക്കോമ വേൾഡ് മുഴുവനായിട്ട് ഗ്ലോക്കോമ വാരം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ടൊരു ഗ്ലോക്കോമ വാരം മാർച്ച് 2nd വീക്കിൽ നടത്തുന്നു. അത് ഗ്ലോക്കോമ നിർണയ ക്യാമ്പുകൾ നടത്തുന്നു, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു ആണ് ഇതിൽ കൂടി നമ്മൾ പരിപാടി നടത്തുന്നത്. അപ്പോൾ അതിൽ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ ആൾക്കാരെയും ഒരു കാഴ്ച പരിശോധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ഈ കാഴ്ച പരിശോധിച്ച് കണ്ണട കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കണ്ണിൻ്റെ മർദ്ദം നോക്കുക, പിന്നെ നേത്രനാടി ഒന്ന് പരിശോധിക്കുക. ഇത് 2ഉം സിമ്പിൾ ടെസ്റ്റുകളാണ്. ചെയ്തിട്ട് നമുക്ക് ആ ആൾക്ക് ഒരു ഗ്ലോക്കോമയുണ്ടോ ഗ്ലോക്കോമ ഇല്ലയോ എന്ന് തീരുമാനിക്കാം. ചിലർ ഗ്ലോക്കോമ സസ്പെക്റ്റ് ആയിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വിശദ പരിശോധനകൾ നടത്തുക, എന്നിട്ട് ഗ്ലോക്കോമ ചികിത്സിക്കുക. അപ്പോൾ ഇതാണ് ഈ ഇന്ത്യ ഒട്ടാകെ നാഷണലായിട്ട് വേൾഡ് ഗ്ലോക്കോമ വീക്ക് നടത്തുന്നതിൻ്റെ ഉപയോഗം. ഇത് 2 കണ്ണുകളെയും, ചില ഗ്ലോക്കോമകൾ 2 കണ്ണുകളെയും ബാധിക്കുന്നു, ചിലത് ഒരു കണ്ണിൽ മാത്രമേ ബാധിക്കുകയുള്ളൂ. പറഞ്ഞത് വ്യക്തമാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മുക്കത്ത് നിന്നും പരീതാണ്. പരീത് ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, ഞാൻ മുക്കത്ത് നിന്നാണ്. എൻ്റെ ഒരു കണ്ണിൽ നിന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ കൂടെ നന്നായിട്ട് വെള്ളം വരും. ശരിക്ക് വായിക്കാൻ കഴിയുന്നില്ല. മൊത്തം കാഴ്ചയിൽ നല്ല മൂടലാണ് അങ്ങനെ ഉണ്ടാകുക. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രഷറിന്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. തിമിരത്തിന് പുറമെ പ്രഷറിന്റെ പ്രശ്നമുണ്ട്, അത് നമുക്ക് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഇത് ഗ്ലൂക്കോമയാണോ എന്നാണ് എൻ്റെ സംശയം ഡോക്ടർ. ഇപ്പം ആ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത് തിമിരവുമുണ്ട് ഗ്ലോക്കോമയുമുണ്ട്. അപ്പം 2ഉം കൂടെ ഒന്നിച്ച് വരുമ്പോൾ തിമിരം കൊണ്ടാണ് കൂടുതൽ കാഴ്ചക്കുറവെന്ന് നമുക്ക് പരിശോധനയിൽ മനസ്സിലാകും. അപ്പോൾ അതിന് തിമിര ശസ്ത്രക്രിയ ചെയ്യണം. ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ ഗ്ലോക്കോമയുടെ നേത്രനാടി എത്രമാത്രം കേടുപാട് സംഭവിച്ചിട്ടുണ്ട്, മരുന്ന് കൊണ്ടത് നമുക്ക് ബാലൻസ് ചെയ്താൽ പോകുന്നുണ്ടോ എങ്കിൽ നമ്മൾക്കതിന് ഗ്ലോക്കോമയ്ക്ക് മരുന്നുകൾ ഒഴിച്ചുകൊണ്ട് മരുന്നുകൾ എന്ന ചികിത്സാ രീതി ഉപയോഗിച്ചുകൊണ്ട് തിമിരത്തിനുള്ള ശസ്ത്രക്രിയ ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ തീരുമാനിക്കണം ഗ്ലോക്കോമയ്ക്കും കൂടി സർജറി വേണോ വേണ്ടയോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിമിരത്തിനും ഗ്ലോക്കോമയ്ക്കും കൂടിയുള്ള 2 സർജറികളും ഒരു സിറ്റിങ്ങിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ 2 സമയത്തായിട്ടും ചെയ്യാം. മാഡം, ഈ ഗ്ലൂക്കോമയുടെ സർജറി
എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് വരുന്നത്? അത് നമ്മൾ ആദ്യം ഒരു ഗ്ലോക്കോമ പല പരിശോധനകളുണ്ട്. പടിപടിയായിട്ട് ആ പരിശോധനകളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ചികിത്സ ആരംഭിക്കുന്നു. അപ്പോൾ ആ ചികിത്സാ രീതികൾ തന്നെ 3 തരത്തിലുണ്ട്. മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാം, ലേസർ കൊണ്ട് ചികിത്സിക്കാം, ആൻഡ് ഫൈനലി സർജറി കൊണ്ടും ചികിത്സിക്കാം. പണ്ട് നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഈ നമുക്ക് ലഭ്യമാകുന്ന മരുന്നുകൾ 1-2 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മരുന്നുകൾ ഗ്ലോക്കോമയ്ക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ മരുന്നുകൾ ഒഴിച്ചു നോക്കും ആദ്യം. അപ്പോൾ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ചില പ്രത്യേകതരം നേരത്തെ പറഞ്ഞതുപോലെ ആംഗിൾ ക്ലോസ്ഡായ ഗ്ലോക്കോമകൾക്ക് ലേസർ ചികിത്സയാണ് ആവശ്യം. അപ്പോൾ അതിന് ലേസർ ചികിത്സ ചെയ്യുക. പിന്നെ ചില ആൾക്കാർക്ക് മരുന്നുകളും വേണം, ലേസറും ചികിത്സയും വേണം. അത് കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇതുകൊണ്ടൊന്നും ശരിയാകാത്ത ഗ്ലോക്കോമകൾക്കാണ് നമ്മൾ ഫൈനലി സർജറി ചെയ്യുന്നത്. അതായത് 3-4 മരുന്നുകൾ ഒഴിച്ചു, എന്നിട്ടും മർദ്ദം നോർമലാകുന്നില്ല, അല്ലെങ്കിൽ കാഴ്ചമണ്ഡലത്തിൻ്റെ വ്യാപ്തി പിന്നെയും പ്രോഗ്രസ് ചെയ്യുന്നു. അതല്ല എങ്കിൽ നമ്മൾ പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ പോലെ ഗ്ലോക്കോമയ്ക്കും നമ്മൾ ഒരു പ്രാവശ്യം മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മരിക്കുന്നവരെ നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കണം. പിന്നെ ഇപ്പോൾ അവൈലബിളായ മരുന്നുകളെല്ലാം വില കൂടിയ മരുന്നുകളാണ്. അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കും. 3-4 മരുന്ന് ഒഴിക്കണമെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സർജറി ചെയ്യാം. പിന്നെ കംപ്ലയിൻസ് എന്ന് പറയും. അതായത് നമ്മൾ മരുന്ന് ഒഴിക്കുന്നത് കറക്റ്റ് സമയത്തിന് ഒഴിക്കാൻ പറ്റാതെ വരിക, വീട്ടിലാരും ഇല്ലാതെ വരിക കറക്റ്റ് മരുന്നൊഴിക്കാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മരുന്നൊഴിക്കുമ്പോൾ തന്നെ കൈക്ക് വിറയൽ, പാർക്കിൻസൺസ് ഡിസീസൊക്കെ ഉള്ളവർ കറക്റ്റ് മരുന്നൊഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കുമൊക്കെ നമ്മൾ നേത്രനാഡിയുടെ കേടുപാടുകൾ നോക്കിയിട്ടും കാഴ്ചമണ്ഡലം ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയും, അതുമെല്ലാം നോക്കിയിട്ട് സർജറി ചെയ്യാം. അപ്പോൾ ഇതാണ് 3 ചികിത്സാ രീതികളുള്ളത്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ രോഗം എത്രത്തോളം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും? തുടക്കത്തിലെ കണ്ടെത്തിയാൽ ഈ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുമോ? അതുപോലെ കാഴ്ചശക്തി നിലനിർത്താനാകുമോ? ഗ്ലോക്കോമ തിമിരം പോലെ അല്ല ഗ്ലോക്കോമയുടെ കാഴ്ചശക്തി കുറയുന്നത്. തിമിരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഘട്ടത്തിൽ തിമിരം കണ്ടു കഴിഞ്ഞാലും നമ്മൾക്കതിനെ സർജറിയിലൂടെ 100% കാഴ്ച തിരിച്ചു കിട്ടും. പക്ഷെ ഗ്ലോക്കോമ എന്ന് പറയുന്നത് നേത്രനാഡി അല്ലെങ്കിൽ ആ ഓപ്റ്റിക് നെർവ് എന്ന് പറയും, അതിനെയാണ് കേടുപാട് സംഭവിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഈ നേത്രനാഡിക്ക് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സയിലൂടെ ഈ കേടുപാട് സംഭവിച്ച ഭാഗത്തെ നോർമലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എത്രമാത്രം കേടുപാട് നേത്രനാഡിക്ക് ഒരു ഡോക്ടറെ കാണുമ്പോൾ എത്ര ശതമാനം അതിന് കേടുപാടുണ്ട് എന്ന് ആശ്രയിച്ചിരിക്കും നമ്മൾ ചികിത്സയിലൂടെ കിട്ടുന്ന കാഴ്ചശക്തി. നമുക്കൊരു പൂർണ്ണമായിട്ടും ഈ തിമിരം പോലെ തന്നെ ഇപ്പം മെയിനായിട്ട് 2 രോഗങ്ങളാണ് അന്ധതയിലേക്ക് നയിക്കുന്നത്. ഒന്ന് തിമിരം, രണ്ടാമതായിട്ട് വരുന്നതാണ് ഈ ഗ്ലോക്കോമ. തിമിരം നമുക്ക് മുഴുവൻ കാഴ്ച പോയാലും പരിപൂർണമായിട്ട് അന്ധതയെ മാറ്റാൻ പറ്റും. ഗ്ലോക്കോമയാണെങ്കിൽ നേത്രനാഡിയെ കേടുപാട് സംഭവിക്കുന്നത് കൊണ്ട് അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് നോർമലിലോട്ട് കാഴ്ചശക്തിയെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ നമ്മൾ ചെയ്യേണ്ട കടമ, ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ കടമ എന്ന് പറയുന്നത് നമ്മൾ രോഗം നേരത്തെ നിർണയിക്കുക എന്നുള്ളതാണ്. അതുവഴി നമ്മൾ ഈ നേത്രനാഡിക്ക് സംഭവിക്കാവുന്ന കേടുപാടിനെ തടയിടുക, അതായത് പ്രിവെൻറ്റ് ചെയ്യുക. ഡോക്ടർ മുന്നേ സൂചിപ്പിച്ചു മറ്റു രോഗങ്ങൾ വഴി ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ കണ്ണിനെ ബാധിക്കുന്ന ഏതൊക്കെ രോഗങ്ങൾ വഴിയാണ് ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ളത്? ഒന്ന്, കണ്ണിന് പരിക്ക് പറ്റിയാൽ, നേരത്തെ ഇപ്പോൾ കുറേ നാൾ മുന്നേ ആയിരിക്കും ചിലപ്പം കണ്ണിന് പരിക്ക് പറ്റിയിട്ടുണ്ടാവുക. പക്ഷേ അത് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും കണ്ണിൽ ഗ്ലോക്കോമയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരിക്ക് പറ്റിയ രോഗിയെ ക്രമമായി തുടർച്ചയായി നമ്മൾ പരിശോധന നടത്തിയിരിക്കണം. എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ 2 വർഷം കൂടുമ്പോഴും നമ്മൾ മർദ്ദം നോക്കിയിരിക്കണം. ഈ കണ്ണിൻ്റെ നേത്രനാഡി അതിന് ഒഫ്താൽമോസ്കോപ്പി എന്ന് പറയും. പിന്നെ കണ്ണിൻ്റെ ആംഗിൾ പരിശോധനയുണ്ട്, അതിനെ നമ്മൾ ഗോണിയോസ്കോപ്പി എന്ന് പറയും. പിന്നെ കണ്ണിൻ്റെ
കാഴ്ചമണ്ഡലം പരിശോധിക്കുക. അതിനെ നമ്മൾ, അതായത് ഫീൽഡ്, ചുറ്റിനുമുള്ള ഫീൽഡ്, കാഴ്ചശക്തി, അതാണല്ലോ ഗ്ലോക്കോമയിൽ സാധാരണ പോകുന്നത്. അതിനെ നമ്മൾ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ഈ പരിക്ക് പറ്റിയ കണ്ണിന് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന് 100% ഉറപ്പാക്കാൻ ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ക്രമമായി തുടർച്ചയായിട്ട് ചെയ്തിരിക്കണം. വേറെ ഒരു അസുഖം എന്ന് പറയുന്നത് യുവിഐറ്റിസ് എന്ന് പറയും. അതായത് കണ്ണിന് ഇൻഫ്ലമേഷൻ വരുന്നു, അതായത് ഇൻഫെക്ഷൻ വരുന്നു. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പ പോലെയുള്ള ഈ ട്രബിക്കുലാർ ബ്രഷ്വർക്കിൽ നീര് കെട്ടാം. അപ്പം അക്വസ് ഹ്യൂമർ എന്ന ദ്രാവകം പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നറയിൽ പ്യൂപ്പിൾ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അതിനെ ക്ലോസ് ചെയ്യുന്നു ഈ ഇൻഫ്ലമേഷൻ കൊണ്ട്. അപ്പോൾ യുവിഐറ്റിസിൽ നമുക്ക് ഈ സെക്കൻഡറി ആയിട്ട് ഗ്ലോക്കോമ വരാം. പിന്നെ കണ്ണിൻ്റെ രക്തക്കുഴൽ, ഉള്ളിലുള്ള രക്തക്കുഴലുകളുണ്ട്, രക്തക്കുഴലുകൾ, ആർട്ടറിയുമുണ്ട് വെയിനുമുണ്ട്. അത് രണ്ടിനും ബ്ലോക്ക് വരിക, ഈ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഒക്കെ അതിന് ബ്ലോക്ക് വരാം. അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ബ്ലോക്ക് വരാം, പ്രമേഹമുള്ളവർക്ക് ബ്ലോക്ക് വരാം, ഡയബറ്റിക് റെറ്റിനോപ്പതി ഒക്കെ ഉള്ളവർക്ക്. അങ്ങനെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം ആ കണ്ണിൽ ഗ്ലോക്കോമ വരാം. അങ്ങനെ നമ്മൾ വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു വെച്ചിടത്തോളം ഗ്ലോക്കോമ എന്ന് പറയുന്നത് കാഴ്ചയുടെ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ്. ഗ്ലോക്കോമ വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് മറുപടി പറഞ്ഞത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസറും HOD-യുമായ ഡോക്ടർ N. വിജയമ്മയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.